ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി ഇങ്ങനെ പറയാണ്, ഇനിയിപ്പോൾ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരികയാണ് ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് പറയുന്നുണ്ട്. എന്താ വെച്ചാൽ ഇങ്ങനെയുള്ളൊരു സംസാരം നമ്മുടെ ഏട്ടൻ ഇതിന് പിറകിൽ കളിച്ചിട്ടില്ല, ഇപ്പോൾ ന്യൂസിൽ തന്നെ വന്നില്ലേ, അത് അടിയൊഴുക്കിൽപ്പെട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നത്. എനിക്കെന്തോ എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു. ഇതിൻ്റെ പിറകിൽ ഇനി എന്തൊക്കെയാണാവോ. എന്തായാലും അവൻ്റെ ഈ ചെറിയ ആഗ്രഹം, അവൻ എത്രമാത്രം ആ പെണ്ണിനെ സ്നേഹിച്ചിരുന്നു എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല. ഈ അച്ഛനായി എനിക്കത് നടത്തി കൊടുക്കാനും പറ്റിയില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം ഇന്ദുവിൻ്റെയും സാവിത്രിയുടെയൊക്കെ സമാധാനം പോവാണ്. പിന്നീട് കാണിക്കുന്നത് മഞ്ചാടിയാണ്. മഞ്ചാടി വലിയ സന്തോഷത്തിലാണ്. തൻ്റെ അച്ഛനും കുടുംബങ്ങളൊക്കെ തൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ എത്തുന്നു, അവർ തന്നെ മുൻകൈ എടുത്ത് നടത്തുന്നു എന്നുള്ള ആ വിവരങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷവതിയായി. ആ ഒരു പട്ടുസാരി ഉണ്ടല്ലോ, അതൊക്കെ തൻ്റെ കല്യാണ പുടവൊക്കെ എടുത്ത് തൻ്റെ തോളിൽ ഇങ്ങനെ വെക്കുമ്പോൾ വളരെ സന്തോഷവതിയായി കണ്ണാടിയിലൂടെ ഇങ്ങനെ നോക്കുമ്പോഴായിട്ട് കുഞ്ഞമ്മ എത്തുന്നത്. കുഞ്ഞമ്മ, ആഹാ എൻ്റെ മോള് വലിയ സന്തോഷത്തിലാണല്ലോ, ഇന്നിപ്പോൾ തൻ്റെ അച്ഛനും ഏട്ടത്തിമാരൊക്കെ വരുന്ന സന്തോഷത്തിലാണോ? ആണെന്ന് പറയട്ടോ. എന്നെ മോളിൽ കാപ്പി കൊടുക്കുക, അപ്പോഴേക്കും നിന്നെ അണിഞ്ഞൊരുക്കാൻ ആളുകൾ ഇവിടെ എത്തുമെന്ന് പറയാനായിട്ട്. അങ്ങനെ മഞ്ചാടി വലിയ സന്തോഷവതിയായി നിൽക്കുമ്പോൾ ഇപ്പുറത്താണെങ്കിൽ ഇന്ദ്രനും സോനയും രവിയുടെയും വർഷയുടെയും അടുത്തോട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ദ്രനും കണ്ടോട് തന്നെ രവി പറയുന്നുണ്ട്, എന്തിനാ സോന ഇന്ദ്രൻ നിങ്ങൾ സുശീലാൻ്റെയെ ഒറ്റക്കാക്കി വന്നത്? അത് കേൾക്കുന്ന ഹർഷയും പറയുന്നുണ്ട്, എന്തിനാ സുശീലാൻ്റെയെ ഒറ്റക്കാക്കി വന്നത്? കാര്യങ്ങളൊക്കെ ഞങ്ങൾ മഞ്ചാടിയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാനായിട്ട്. ഇത് കേൾക്കുന്ന ഇന്ദ്രൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ട്? ആ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് പറയണേ. ഇത് കേൾക്കുന്ന ഹർഷകന് പേടിയോടുകൂടി നിൽക്കുമ്പോൾ രവി പറയണേ, ഇനിയിപ്പോൾ മഞ്ചാടിയോട് ഇന്ദ്രൻ നിങ്ങൾ തന്നെ പറയാൻ വേണ്ടിയാണോ? ഞാൻ നല്ലപോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവൾ സന്തോഷവതിയാണ്, എങ്കിലും നിങ്ങളുടെ നാവ് കൊണ്ട് അതായിക്കോട്ടെ. അതല്ല രവി, വേറൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം എന്ന് ചോദിക്കാണ്. എന്താ, അനന്തമാഷ് കാല് മാറിയോ? അല്ല, അതല്ല, അനന്തമാഷ് കാല് മാറിയില്ല എന്ന് പറയുമ്പോൾ പിന്നെന്താ പ്രശ്നം? അത് നമ്മുടെ ജീവരാജില്ലേ, ആ സമയം മഞ്ചാടി പുറത്തു വന്നിരിക്കുന്നു. മഞ്ചാടി ഡോറിന് പിറകിൽ നിന്ന് ഇതൊക്കെ കേൾക്കാണ്. നമ്മുടെ ജീവരാജില്ലേ, എന്താ, അവനെന്താ പറ്റിയത്? അത് ഇന്നലെ അടിയൊഴുക്കിൽ പറ്റി 3 പേര് അപകടത്തിൽപ്പെട്ട് അത് 2 പേര് കിട്ടി, ജീവരാജിനെ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ മഞ്ചാടി ആകെ തളരാനിട. മഞ്ചാടി ഇങ്ങനെ പൊട്ടിക്കരയാണ്. മഞ്ചാടിക്ക് താങ്ങാൻ കഴിയാത്ത ആ ഞെട്ടിപ്പിക്കുന്ന ന്യൂസ് തൻ്റെ ചെവിയിൽ കേൾക്കുമ്പോൾ, തൻ്റെ ജീവൻ ഇനിയില്ല എന്നുള്ള ആ ന്യൂസ് കേൾക്കുമ്പോൾ തനിക്ക് അംഗീകരിക്കാനാവാതെ മഞ്ചാടി കരയുന്നത് കേട്ട് ശബ്ദം പുറത്തോട്ട് വരുന്നു. അപ്പോൾ ഉടൻ തന്നെ എല്ലാവരും അകത്തോട്ട് കയറി വരുമ്പോൾ മഞ്ചാടി തൂണിയുടെ പിറകെ നിന്ന് പൊട്ടി കരയാണ്. അപ്പോഴേക്കും ഹർഷ പറയുന്നുണ്ട്, മഞ്ചാടി മോളെ കരയല്ലേ എന്നൊക്കെയാണ് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയം സോന ഓടി വന്നിട്ട്, നീ പേടിക്കല്ലേ, എന്നാലും എൻ്റെ ജീവരാജ് അവൻ എന്ത് പറ്റി, അവനെ എനിക്കിപ്പോൾ കാണണം എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ സോന പറയാണ്, നീ ഇങ്ങനെ കരയാതെ മോളെ, നീ ഇങ്ങനെ കരയല്ലേ, എന്തായാലും ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാം, 2 പേരെ കിട്ടിയെങ്കിൽ ജീവരാജനെയും കിട്ടുമെന്ന് പറയുമ്പോൾ മഞ്ചാടിയുടെ ഉള്ളിൽ ഒരു ഉപബോധ മനസ്സ് തൻ്റെ ജീവരാജനെ കാണാൻ എനിക്കിപ്പോൾ കാണണം എന്ന ആഗ്രഹം വരികയാണിട്ടോ. അവന് മഞ്ചാടി ഓടിച്ചെന്ന്, ഇന്ദ്രട്ടാ എനിക്കിപ്പോൾ പോകണം തുരുത്തിലോട്ട്, എനിക്കെൻ്റെ ജീവരാജനെ ഇപ്പോൾ കാണണം എന്നുള്ള ആവശ്യം മുന്നേൽക്കുമ്പോൾ ഉടൻ തന്നെ മോളെ ഞങ്ങൾ കാര്യങ്ങൾ പറയുന്നത് നീ മനസ്സിലാക്കുക, ഇന്നിപ്പോൾ ജീവരാജനെ തിരയുന്നേ ഉള്ളൂ, അവിടെ ഭയങ്കരമായ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ സമയം നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, അവിടെ പോയാലും ഒന്നും അറിയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മഞ്ചാടി വീണ്ടും പൊട്ടിക്കരയാണ്. പിന്നീട് മഞ്ചാടി കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ പിന്നീട് മഞ്ചാടി തകർന്നു വീഴുന്ന ആ ഒരു രംഗാണിട്ടാണ് കാണിക്കുന്നത്. അപ്പോഴേക്കും എല്ലാവരും വന്ന് പിടിക്കുകയാണ്. മഞ്ചാടി മോളെ എന്നും പറഞ്ഞ് പിടിച്ചിട്ട് പിന്നീട് മഞ്ചാടിയെ അകത്തോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും മാഷിനെയും അതുപോലെ അമ്പിളിയും രഘുവും അനുപമയൊക്കെയാണ് കാണിക്കുന്നത്. അപ്പം മാഷ് പറയാണ്, എന്തൊരു ദുർവിധിയാണ്, അവളുടെ അച്ഛനോട് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് അവൾ ചെയ്തത്, എങ്കിലും അവളോട് ദൈവം പൊറുത്തില്ലെന്ന് തോന്നുന്നു, അച്ഛൻ പുറത്തു കൊടുത്താലും ദൈവം പൊറുക്കില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി വന്നത്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടനെ തന്നെ അമ്പിളി പറയാണ്, അതിനെത്ര വല്ലാതെ ചെയ്യുമെന്ന് പറയുന്നു വേണ്ട, അച്ഛനെ മറന്നിട്ട് അവൾ വേറൊരുത്തന്നെ ഇന്നലെ കണ്ടവൻ്റെ ഒരുത്തന്നെ കൂടെ പോയ ഇത് തന്നെയായിരിക്കും ദൈവവിധി എന്ന് അവൾ ആലോചിക്കണമായിരുന്നു. ഇപ്പോൾ അവൾക്ക് കിട്ടിയ വിധി എന്താ? ഇന്നിപ്പോൾ ആരും തന്നെ ഇല്ലാതായി അവൾക്ക്, ഇനി അവളുടെ കൂടപ്പുറപ്പുകളല്ലേ അവൾക്ക് ഉണ്ടാവുള്ളൂ, ഇനി അവൾക്ക് കയറി ചെല്ലുന്ന ഒരു ഇടം എന്ന് പറയുന്നത് ഈ വീട് തന്നെയല്ലേ, അവൾ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന രഘു പറയണേ, നീ ഒന്നും മിണ്ടാതിരുന്ന അമ്പിളി, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതിൻ്റെ പിറകിൽ നമ്മളാണ് കളിച്ചത് എന്ന് തോന്നൽ വരുമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന മാഷൊന്നും ഞെട്ടിപ്പോവാണ്. അപ്പോൾ ഉടൻ തന്നെ അമ്പിളി പറയണേ, നമ്മൾ കളിക്കുക എങ്ങനെ, നമ്മൾ 4 പേരും ഇവിടെയല്ലേ, ഇനിയിപ്പോൾ ഇതിൻ്റെ പിറകിൽ ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ വിനയും ദാസനും ശബരിയൊക്കെ ആയിരിക്കുമെങ്കിലോ എന്നും പറഞ്ഞ് അങ്ങ് പോകുമ്പോൾ മാഷിന് പേടി വരും കേട്ടോ. എന്താ അമ്പിളി നീ അങ്ങനെ പറയാൻ? അപ്പോൾ ഉടൻ തന്നെ അമ്മാവൻ്റെ മകളെ എങ്ങനെയാണെന്നുള്ള അമ്മാവനെ അറിയാലോ, ഇതൊന്നും ഇത്ര കാര്യമാക്കണ്ടെന്ന് പറയുക. അല്ല അമ്പിളി
എനിക്ക് അങ്ങനെ തോന്നാൻ എന്താ കാരണം? എന്തെങ്കിലും കാരണമുണ്ടോ? എൻ്റെ മകൾ എന്നോട് പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് ചെയ്തത്. പക്ഷെ ഒരിക്കലും ഒരാളെയൊക്കെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ രഘു പറയുന്നുണ്ട്, അമ്പിളി വായിൽ തോന്നിയത് ഓരോന്ന് നീ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് നമ്മുടെ നേർക്ക് ഉന്നയിക്കും. അതെങ്ങനെ ഉന്നയിക്കും? നമ്മൾ ഇവിടെയല്ലേ, ഇനിയിപ്പോൾ ബാക്കി ആരെങ്കിലും എന്തെങ്കിലും കളിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴേക്കും മാഷ് വന്നിട്ട് പറയണേ, എന്തിനാ അമ്പിളി നീ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറയാൻ നിനക്ക് എന്താ അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ രഘുവേട്ടൻ പറഞ്ഞു തന്നെ, രഘുവേട്ടൻ പറഞ്ഞില്ലേ മഞ്ചാടിക്ക് ഇനിയിപ്പോ സംശയം നമ്മളിൽ ഉയരുന്നു, അപ്പൊ നമ്മൾ ഇവിടെയല്ലേ, അവരെല്ലാം അവിടെ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള സത്യം ഞാൻ പറഞ്ഞതാണെന്ന് പറയട്ടോ. അപ്പൊ ഇത് കേൾക്കുന്ന രഘു, ഞാൻ അങ്ങനെയല്ല സംശയം പറഞ്ഞു, ഞാൻ പറഞ്ഞത് എന്ന് വെച്ചാൽ അമ്മവ കാര്യം മഞ്ചാടി ഇപ്പോൾ നമ്മളോട് പിണക്കത്തിലാണ്, അവളുടെ വിവാഹം നടത്തി കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ ഇവൻ മരിച്ചു, വെള്ളം മറിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഏതൊരാളാണെങ്കിൽ സ്വാഭാവികമായി ചിന്തിച്ചു പോകില്ലേ, മഞ്ചാടിയാണെങ്കിൽ തീർച്ചയായും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം മാഷ് പറയണേ, എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് പോകണം, എൻ്റെ മോളെ ആകെ തകർന്നിട്ടുണ്ട്, അവളെ കാണാൻ എനിക്കിപ്പോൾ പോകണം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ രഘുവും അനുപമയും അമ്പിളിയൊക്കെ എന്താണ് ഇപ്പൊ പറയാ എന്നുള്ള ആ ഒരു ഇതോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ദാസനെയും വിനയനെയും ചേരുവിനെയും ദയൊക്കെ കാണിക്കുന്നത്, അവര് ഭയങ്കര അഹങ്കാര ഭാവത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ ചേരുവിന്റെ മുഖത്ത് മാത്രം ഒരു സഹതാപമുണ്ട് കേട്ടോ. അപ്പൊ ഈ സമയം ദാസ് പറയണേ, അണ്ണൻ എന്തോ ഒരു സ്വപ്നം കണ്ടു എന്ന് കരുതിയിട്ട് പെട്ടെന്ന് അവളുടെ വിവാഹം നടത്തി കൊടുക്കണം എന്നും പറഞ്ഞ് എനിക്ക് വിളിച്ചിരിക്കുന്നു. എനിക്കത് അത്ര തൃപ്തിയല്ല. കാരണം അവൾ ചെയ്തു കൂട്ടി വെച്ച പരിപാടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവളുടെ വിവാഹമല്ല, ഒന്നും നടത്താൻ പാടില്ല. അവളുടെ അച്ഛനെ വേദനിപ്പിച്ചതിനും കൂടപ്പിറപ്പുകളെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് അവൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നത്. അത് പറയാൻ പാടില്ലാത്ത കാര്യമാണ്, എങ്കിലും കൂടി പറയാതിരിക്കാൻ വയ്യ. അവളുടെ അഹങ്കാരത്തിനുള്ള ശിക്ഷ അത് കേൾക്കുന്ന ദയ പറയുന്നത് ശരിയാണ്, അവൾക്ക് ഇത് തന്നെ കിട്ടണമായിരുന്നു. അവള് ഇനി അത് അനുഭവിക്കട്ടെ, അവനിപ്പോ ജീവനോടെ ഉണ്ട്, അത് അവന്റെ ഡെഡ് ബോഡി ആണോ, ആ ചെറുക്കാൻ ഇതോടുകൂടി അങ്ങ് തീരണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചേരു പറയണേ, എടി ഇങ്ങനെയൊന്നും പറയരുത്, അതൊരു ജീവൻ തന്നെയാണ്. ജീവരാജ് നമ്മുടെ മഞ്ചാടിക്ക് നമുക്ക് ഉപദ്രവം ചെയ്തെങ്കിലും അങ്ങനെയൊന്നും ഒരാളുടെ ജീവനെ കുറിച്ച് പറയരുത് എന്ന് പറയട്ടോ. അപ്പോൾ അവിടെ തന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തായാലും ശബരിയേട്ടനെ വിളിക്കട്ടെ, ഇനി അമ്പലത്തിലോട്ട് ശബരിയേട്ടൻ മീറ്റിംഗ് കഴിഞ്ഞാൽ ഓടിച്ചാടി പോകുമെന്ന് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ വിളിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മഞ്ചാടി ബാഗൊക്കെ എടുത്ത് അവിടെ നിന്ന് പോകുന്ന ഒരു രംഗാണ്. അപ്പൊ കുഞ്ഞമ്മ പറയുന്നുണ്ട്, എടുത്ത് ചാടി ഇങ്ങനെയൊന്നും മഞ്ചാടി ചെയ്യലേ, നീ ആരോടും പറയരുത്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ശരിയല്ല. അറ്റ്ലീസ്റ്റ് നീ ഈ ഇവിടെ നിൽക്കുന്ന രവിയോടോ അല്ലെങ്കിൽ ഹർഷയോടോ മേഡത്തിനോടൊക്കെ പറഞ്ഞിട്ടൊന്ന് പോകും എന്ന് പറയാട്ടോ. അപ്പോൾ കേട്ടോടെ തന്നെ മഞ്ചാടി, എനിക്ക് പോകണം, എനിക്ക് നീ സത്യങ്ങൾ അറിയണം, എനിക്ക് ഇവിടെ നിന്നാൽ ശരിയാവില്ല, ഞാൻ ഇവിടെ അടഞ്ഞു കൂടിയോണ്ട് യാതൊരു അർത്ഥവുമില്ല എന്ന് പറയട്ടോ. അപ്പൊ ഇത് കേട്ട് രവി അങ്ങോട്ടേക്ക് വരികയാണ്, ഹർഷ വരികയാണ്. അപ്പൊ ഹർഷ പറയണേ, ഇത്രയും കാലം നിന്നെ ഞങ്ങൾ നോക്കിയിട്ട് എന്താ നീ ഞങ്ങളോട് പറയാതെ പോവോ? ഒരിക്കലും നിങ്ങളോട് പറയാതെ പോവില്ല, ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ കാര്യമില്ല. അപ്പോൾ രവി പറയണേ, മോളെ നീ ഇവിടെ ഇരിക്കും, നീ ഇങ്ങോട്ട് എന്ന് വെച്ചിട്ടാണ് ഈ ഓടുന്നത്, ജീവരാജിന്റെ വിവരങ്ങൾ എന്തെങ്കിലും അറിയട്ടെ, അതിനുശേഷം ആ ബാക്കി എന്നൊക്കെ പറയുമ്പോൾ അവിടെ തന്നെ മഞ്ചാടി പറയണേ, എന്റെ ജീവരാജ് അടിയൊഴുക്കിൽ പോയി എന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ചിരിക്കാൻ മാത്രം പൊട്ടിയല്ല ഞാൻ, ഇവിടെ ഒരിക്കലും ഇരിക്കത്തൂല, അവനെ അന്വേഷിച്ച് ഞാൻ ഇറങ്ങണം, എനിക്ക് അവനെ അന്വേഷിച്ച് കണ്ടെത്തണം. സോറി, നിങ്ങൾ ആരും എന്നോട് തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ വരുമെന്ന് പറഞ്ഞ് മഞ്ചാടി അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കാണാം ജീവരാജിന്റെ അച്ഛനും അമ്മയും മുന്നിൽ വന്ന് നിൽക്കുന്നു കേട്ടോ. അവരെ കണ്ടുവിടെ തന്നെ മഞ്ചാടി ജീവരാജിന്റെ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പോൾ ഇവിടെ തന്നെ എന്റെ ജീവൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ മോളെ എന്റെ ജീവൻ എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ തന്നെ രവി പറയുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് മഞ്ചാടിയോട് ജീവരാജിന്റെ അമ്മ പറയുന്നുണ്ട്, മോളെ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ആരതിയും താലൊക്കെ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു നിന്നെ സ്വീകരിക്കാൻ വേണ്ടി. പക്ഷെ ഇങ്ങനെ ഒരു വിധി എൻ്റെ കുഞ്ഞിന് വന്നല്ലോ, എൻ്റെ കുഞ്ഞിപ്പോൾ എവിടെയാണ്, എനിക്ക് അറിയണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഉടനെ രവി പറയണേ, നിന്നെ സ്വീകരിക്കാൻ ഇവർ തയ്യാറായിരിക്കുകയായിരുന്നു, താലികെട്ട് കഴിഞ്ഞാൽ നീ ജീവരാജന്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു വരാൻ ഇവരെന്നോട് പറഞ്ഞിരുന്നു, ഇവര് പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് എന്നൊക്കെ ഇങ്ങനെ മഞ്ചാടിയോട് പറയണേ. അപ്പൊ മഞ്ചാടി പറയണേ, എനിക്കിനി എന്തായാലും നിങ്ങളുടെ കൂടെ വരാതിരിക്കാൻ കഴിയില്ല, എൻ്റെ ജീവനുമായി ഒപ്പം വരണമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇനി ഞാൻ ഒറ്റയ്ക്ക് ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരികയാണ്. എൻ്റെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും എന്നെ അന്വേഷിച്ച് വരികയാണെങ്കിൽ ഞാൻ ഇവരുടെ വീട്ടിലാണ് ഇനി താമസം എന്നുള്ളതും കൂടി നീ പറഞ്ഞേക്ക് എന്നും പറഞ്ഞിട്ട് മഞ്ചാടി ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. ഇതൊക്കെ കാണുന്ന ഹർഷ ആകെ ഞെട്ടിപ്പോവാണ്. പിന്നീടാണെങ്കിൽ ആസിഫിനെയാണ് കാണിക്കുന്നത്. ആസിഫ് ആകെ കള്ളത്തരമാണ് ആസിഫിന്റെ മുഖത്ത്, പരങ്ങിയിരിക്കുകയാണ് ആസിഫ്. അപ്പൊ ഈ സമയം ഇങ്ങനെ മുരുകൻ ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം എന്നിങ്ങനെ മുരുകൻ ചോദിക്കുന്നുണ്ട്, എടാ ആഷിഫ നിന്റെ അടുത്ത് കള്ളത്തരം കാണുന്നുണ്ട്, നീ വാ തുറന്നിട്ടില്ല, തുരുത്തിൽ നിന്ന് പോന്നതിന് ശേഷം നിന്റെ വാ തുറക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല, എന്ത് പറ്റി ജീവന്, സത്യം പറയടാ എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആഷിഫ് ഒന്നും മിണ്ടുന്നില്ല. എടാ നീ ജീവനെ കൊല്ലാൻ വേണ്ടിയാണോ ഇത്രയും മഴയുള്ള സമയത്ത് നീ കൊണ്ടുവന്നത്, നീ ജീവനെ കല്യാണം നടത്താൻ എന്ന് പറഞ്ഞിട്ട് കൊല്ലാനാടാ നീ കൊണ്ടുവന്നത്, ഇതിന്റെ സത്യാവസ്ഥ എന്താടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴാണ് മഞ്ചാടിയും ജീവരാജിന്റെ അച്ഛനും അമ്മയും കൂട്ടിയിട്ട് മഞ്ചാടി ഹോസ്പിറ്റലിലോട്ട് എത്തുന്നത് കേട്ടോ.
അപ്പോൾ ഉടനെ തന്നെ ആ മഞ്ചാടി എന്ന് പറയുന്നതുകൊണ്ട് തന്നെ മുരുകൻ പറയാണ് ഇവനാണെങ്കിലും വാ തുറക്കുന്നില്ല, തുരുത്തിൽ നിന്നും ഇവനെ ജീവനെ കൂട്ടിക്കൊണ്ടുവന്നു, പിന്നീട് എന്താ സംഭവിച്ചെന്ന് ഇവൻ വാ തുറക്കുന്നില്ല എന്ന് പറയുമ്പോൾ മഞ്ചാടി ദേഷ്യഭാവത്തിൽ ഇങ്ങനെ ആസിഫിന്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അപ്പൊ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.